തീർച്ചയായിട്ടും. ആ, ആ, എനിക്ക് ഐപ്പൾസ് കഴിച്ചിട്ട് എനിക്ക് കിട്ടിയ മാറ്റങ്ങള് മൈഗ്രെയിന് ഞാൻ യൂസ് ചെയ്തതാണ്. 30 വർഷമുള്ള മൈഗ്രെയിൻ ആണ് എനിക്ക് ഐപ്പൾസ് കഴിച്ചിട്ട് ഭേദമായത്. അതുമല്ല എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് ഡയറിയില്. അസുഖങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ? എന്തൊക്കെയാണ് എനിക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. എനിക്ക് ഐപ്പൾസ് മറക്കും പറഞ്ഞത് അത്രയും കിട്ടിയതാണ്. അപ്പോ എനിക്ക് ഐപ്പൾസ് കഴിച്ചിട്ട് എനിക്ക് കിട്ടിയത് 12 ബെനിഫിറ്റ് ആണ് കിട്ടിയത്. മൈഗ്രെയിന് വാങ്ങിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് കിട്ടിയത് 12. കാരണം എനിക്ക് ഈ മൈഗ്രെയിൻ കാരണം ഭയങ്കര മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ആ. ഏഹ് അപ്പോ മുടി കൊഴിച്ചില് മാറി. അതുപോലെ മുടി നല്ല ശക്തമായിട്ട് മുടി നല്ലോണം വളർന്നു. മുടി കൊഴിച്ചില് മാറിയിട്ട്. അതേപോലെ എനിക്ക് കുറച്ചായിട്ട് ഭയങ്കര ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. കാല് നിലത്ത് വെക്കാൻ പറ്റിയായിരുന്നില്ല. അപ്പോ ഡോക്ടറോട് ചോദിച്ചപ്പോ ബ്ലഡിന്റെ അളവ് കുറഞ്ഞിട്ടാണ് ഉപ്പൂറ്റി വേദന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരുപാട് മെഡിസിൻ കഴിച്ചു ഞാൻ, എന്നിട്ടൊന്നും ഭേദമായില്ല എനിക്ക്. പക്ഷെ ഐപ്പൾസ് യൂസ് ചെയ്തപ്പോ എനിക്ക് എന്ത് പറ്റി, ആ വേദന എവിടെ പോയി എനിക്കറിയില്ല. ഇപ്പോഴും അൽഹംദുലില്ലാ ഇപ്പൊ എനിക്ക് ആ വേദന ഇല്ല. അപ്പോ എനിക്ക് അതാണ്. അതേപോലെ എനിക്ക് നല്ല ബ്ലഡിന്റെ അളവ് കുറവായിരുന്നു. ഏഹ് ഇതേപോലെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഡോക്ടർമാര് പറഞ്ഞിരുന്നു വേറെ ഒരു പ്രശ്നമില്ല, പക്ഷെ ബ്ലഡിന്റെ അളവ് നല്ല കുറവാണ്. അപ്പൊ ബ്ലഡ് എപ്പോഴും സ്റ്റോക്ക് ചെയ്യണം, എപ്പോഴാ ചിലപ്പോ കേറ്റേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. പക്ഷെ എന്തൊക്കെയോ ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് ഒരു കുറവും ബ്ലഡ് കൂടിയിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഐപ്പിൾസ് കഴിച്ചപ്പോ എനിക്ക് അത് ഒരുപാട് പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ ബ്ലഡിന്റെ അളവ് നല്ലോണം കൂടി. അപ്പോ എനിക്ക് ആ ബ്ലഡ് നമ്മുടെ ശരീരത്തില് ബ്ലഡിന്റെ കുറവ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ഷീണം, ഭയങ്കര തളർച്ച, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരിക. കൈകാല് വേദന, ജോലി, ഇതൊക്കെ എനിക്ക് ഐപ്പൾസ് കഴിച്ചിട്ട് എനിക്ക് മാറി. അതേപോലെ നല്ലോണം കഫക്കെട്ട് ഉണ്ടായിരുന്നു. തൊണ്ടയിൽ ഇങ്ങനെ ഭയങ്കര കഫക്കെട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോ അതും എനിക്ക് എവിടെ പോയിന്ന് അറിയില്ല ഐപ്പൾസ് കഴിച്ചിട്ട്. അങ്ങനെ ആഹ് മൊത്തം 12 ബെനിഫിറ്റ് ആണ് എനിക്ക് കിട്ടിയത് ഐപ്പൾസ് യൂസ് ചെയ്തിട്ട്. ഉം. പിന്നെ മൈഗ്രെയിന് വർഷങ്ങളായിട്ട് 30 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. ഭയങ്കര വേദന എന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റാത്ത വേദന. ഐപ്പൾസ് കഴിച്ചിട്ടാണ് എനിക്ക് മൈഗ്രെയിൻക്കും മാറ്റം കിട്ടിയത്. അതേപോലെ കുറെ ആയിട്ട് എനിക്ക് കൈകാലൊക്കെ ഭയങ്കര തരിപ്പായിരുന്നു. ഒന്നുറങ്ങി കഴിഞ്ഞാൽ കാലൊക്കെ മൊത്തം പിടിച്ചിട്ട് കാല് ഇളക്കാനൊന്നും പറ്റിയിരുന്നില്ല. ആ ഒരു പ്രശ്നം ഐപ്പൾസ് കഴിച്ചിട്ട് എനിക്ക് മാറി. അങ്ങനെ ഒരുപാട് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതേപോലെ എന്റെ കൂടെ ബിസിനസ് ചെയ്യണ അവർക്ക് അവർ 2 ഹോസ്പിറ്റലിൽ നിന്ന് ഇതേപോലെ യൂട്രസ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞതാണ്. ഞാൻ ഐപ്പൾസ് കൊടുത്തിട്ടാണ് അവർക്ക് അത് മാറി. ഇപ്പൊ ഒരു കുഴപ്പമില്ല, റിമൂവ് ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് ഐപ്പൾസ് കൊടുത്തിട്ടാണ്. ഇനി ഒരുപാട് റിസൾട്ട് ഉണ്ട്. അടിപൊളി. ഹാജിറ ആഹ് മാഡത്തിന്റെ അപ്പൊ റിസൾട്ടുകളെ, ഹാജിറ മാഡം ഒരു മിനിറ്റ്, ഇതൊക്കെ നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഹാജിറ മാഡം 12 റിസൾട്ടുകൾ എന്ന് പറഞ്ഞിട്ട് എണ്ണി 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 പറയുന്നുണ്ട് ഓരോ സംഗതികളും. നമ്മൾ ഐപ്പൾസ് ഉപയോഗിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെൽത്ത് ഗ്രൂപ്പിൽ അങ്ങനെ ഇടും അല്ലേ? ഹെൽത്ത് ഗ്രൂപ്പിൽ അങ്ങനെ നിരക്കനെ ലിസ്റ്റ് ഇടുമ്പോൾ നമ്മളോട് ചോദിക്കണ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാത്തിനും കൂടെ ഒരു മരുന്നോ? ഏ പൊതുവേ നമ്മൾ അതെ അതെ. ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലേ ഇപ്പൊ ഹാജിറ മാഡം തരുന്നത്? അതേപോലെ എല്ലാ നമുക്ക് ബുദ്ധിമുട്ടിനും. മുഖം നല്ല ഗ്ലോ വന്നിട്ടായിരുന്നു നജിമ മാഡം. അത് ഐപ്പൾസ് യൂസ് ചെയ്തപ്പോ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഞാൻ പോയപ്പോ അവര് പറഞ്ഞു ആദ്യം നീ നല്ല മാറിയിട്ടുണ്ട്, നല്ല വെളുപ്പ് വെച്ചിരിക്കുന്നു, നല്ല ഗ്ലാമർ വെച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചില്ലറ പ്രോഡക്റ്റ് അല്ല ഞാൻ കഴിക്കുന്നത്, നല്ല വില കൂടിയതാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അന്ന് ഐപ്പൾസിന്റെ അല്ലന്നെ. ഐപ്പൾസിന്റെ ബെനിഫിറ്റ് എനിക്ക് അന്ന് അറിയില്ല കേട്ടാ. പക്ഷെ അതില് ഈ എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ മീറ്റിങ്ങിലൊക്കെ കയറിയിട്ട് ഐപ്പൾസിന്റെ ക്ലാസ് കേൾക്കുമ്പോഴാണ് അറിയണത് അതില് അസൈബറി ആണല്ലോ ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്നത്. അപ്പൊ ആന്റി ഏജിങ് സപ്പോർട്ടാണ് ഈ അസൈബറി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു അപ്പൊ ചിലവര് ഇങ്ങനെ മറ്റേ ഗ്ലാമർ ഒക്കെ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഐപ്പൾസ് കൊടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ എന്തൊക്കെ അതേപോലെ റിസൾട്ടുകളാണ്! മുടി ഗ്ലാമറിന് മുടി നല്ല ഐപ്പിൾസ്. ഏ ഓൾറെഡി
മുടി നല്ലോണം ഉണ്ട്. പക്ഷെ ഐപ്പിൾസ് യൂസ് ചെയ്തപ്പോ നല്ല ശക്തമായിട്ട് നിഷാമടത്തിന് അറിയാം എന്റെ മുടി നല്ലോണം മുടി വളർന്നു. അങ്ങനെ അടിപൊളി ഒരുപാട് ഹാജിറ ഒരുപാട് മാഡം. റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഹാജിറ മാഡം ഒരു രക്ഷയില്ല, സൂപ്പർ. ഈ റിസൾട്ട് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുക എന്നുള്ളത് ഹാജിറ മാഡത്തിന് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹാജിറ മാഡത്തിന് മാത്രമല്ല ഇവിടെ കൂടിയിട്ടുള്ള 228 ആളുകൾക്കും. കാരണം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങള്, ഇത് ഉപയോഗിച്ച റിസൾട്ട് കിട്ടുമോ എന്നുള്ള സംശയങ്ങൾ വരെ ഉള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ ഇപ്പോഴും. അവരോട് യെസ് ഹാജിറ യെസ് അതെ, മാഡത്തിനുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് മറുപടിയാണ്. ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്ത് പ്രതിസന്ധി ആണെങ്കിലും ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തുന്നത് എന്റെ ഈ ഒരു ഐപ്പിൾസിന്റെ റിസൾട്ട് കൊണ്ട് തന്നെയാണ്. എത്ര കഷ്ടമാണെങ്കിലും ഞാൻ ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഐപ്പിൾസിന്റെ ഒരു എനിക്ക് കിട്ടിയ റിസൾട്ട്, ഐപ്പിൾസ് ഞാൻ യൂസ് ചെയ്തിട്ട് ഐപ്പിൾസിന്റെ ആ സത്യസന്ധത, അത് മാത്രമാണ് എന്നെ ഈ ബിസിനസ്സിൽ ഇന്നും പിടിച്ചു